1945 സെപ്റ്റംബറിലാണ് എൻ്റെ ജനനം. എൻ്റെ മീതെ കുറേ ആൾക്കാരുണ്ടാവുകൊണ്ട് 6-7 ആളുണ്ടാവുകൊണ്ട് ഞാനൊരു ചെറിയ കുട്ടി തന്നെയായിട്ട് കുറേ കാലം ഇരുന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ആ ജനിച്ച കാലത്ത് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയാൽ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതൊക്കെ ബാലേട്ടൻ, ഇത് എൻ്റെ ഏട്ടനാണ് ബാലേട്ടന്. പ്രൊഫസറായിരുന്നു ഫറൂഖ് കോളേജിൽ. പിന്നെ വിദേശത്തൊക്കെ പോയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ പല വിഷയങ്ങളെക്കുറിച്ചൊരു നല്ലൊരു അറിവുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളൊരു തറവാട്ടിലത്തെ എന്താ പറയുക, ഒരു ആരാധ്യം തന്നെയാണ്. എന്തിനും അഭിപ്രായം ചോദിക്കണ്ട, എന്ത് സംശയം വന്നാലും ചോദിക്കാൻ, ഏത് വിഷയം ചോദിക്കാം, കണക്കും ചോദിക്കാം, മലയാളം ചരിത്രമൊക്കെ അങ്ങനെ ചോദിക്കാം. അങ്ങനെ ഒരു ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കുടുംബത്തിന്. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് നടന്ന ഗാന്ധി മരിച്ചിട്ടുള്ള കാര്യം ഒരു ബാലേട്ടനൊക്കെ പറയാതെ പിറ്റേ ദിവസം ഇവിടെ അറിഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഞങ്ങൾക്കറിയില്ല, ഞാനൊക്കെ കുട്ടി 2-2.5 വയസ്സല്ലേ ആയിട്ടു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട്, വീട്ടിലല്ല, ഞങ്ങളുടെ ഇപ്പോഴത്തെ പീടിക ഉണ്ടല്ലോ അതിൻ്റെ ഇങ്ങേപ്പുറത്തായിരുന്നു പഴയ പീടിക ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിൻ്റെ മോള് കോൺഗ്രസ് ഓഫീസായിരുന്നു. അത് ഫ്രീ ആണ്, അല്ലാണ്ട് അന്ന് കോൺഗ്രസിന് കാശൊന്നുമില്ല വാടക കൊടുത്ത് ബിൽഡിംഗ് ഒന്നും എടുക്കാൻ. അപ്പോൾ അത് കാരണത്തെ ഫ്രീ ആയിട്ട് കൊടുത്തതിനെ വെച്ച്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ 3 ദിവസം അഖണ്ഡനാമമായിരുന്നു ഗാന്ധിജിയുടെ നിൽക്കുന്ന വരെ. അത് രാമനാമം തന്നെയല്ലോ. അതെനിക്ക് ഗാന്ധിജിയുടെ പടം വെച്ച് അതിൻ്റെ മുകളിലായിരുന്നു, ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഒരു റൂമുണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നാട്ടുകാർ ധാരാളം പങ്കെടുത്തു. മാത്രമല്ല ചില മുത്തശ്ശിമാരും കൂടി വന്ന് കരയണം, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് ഇവർ കരയാൻ മാത്രം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അമ്മോടൊക്കെ ചോദിച്ചു, എന്തിനാ മുതലേത്ത അമ്മൂമ്മ എന്തിനാ കരയണം. അവരൊക്കെ ഇതിങ്ങനെ കേട്ടിട്ട് ഒന്നുമില്ലാത്ത സ്ത്രീകളൊക്കെ ഉണ്ട്. എന്നാലും മുണ്ടണ്ട, ഇപ്പൊ ഒന്നും പറയാൻ പാടില്ല, ഗാന്ധി മരിച്ചിരിക്കുകയാണ്, അത് അമ്മ മരിച്ചപ്പോഴേ. അതൊക്കെ ഒരു അവ്യക്ത ഒരു ഓർമ്മയുണ്ട്. പക്ഷെ നാമം തന്നെ രാമനാമം ജപിച്ചിട്ടുണ്ട് 3 ദിവസം ഇരുന്ന്. എന്തിനാ അതൊന്നും അറിയില്ല. പിന്നെ വലുതായപ്പോൾ ഇവർ പറഞ്ഞു അത് ആവുന്നവരെ ഇവിടെ കണ്ടത്. അപ്പോൾ ചിലപ്പോൾ അവർ പരിപാടിയാവും എല്ലാ ദിക്കിലും എത്തിക്കണം എന്താവും. എന്തായാലും അങ്ങനെ അത് ഉണ്ടായി. പിന്നെ ആ കാലത്ത് പിന്നെ ഒന്ന് ഓർമ്മ എന്താ പറയുക, ഈ സ്വാതന്ത്ര്യ സമര കാലത്തിനെ പറ്റിക്ക് അറിയില്ലല്ലോ, പക്ഷെ എന്നാലും എഴുത്തുമാരൊക്കെ പറഞ്ഞ ചില അറിവുണ്ട്. അപ്പോൾ അന്ന് ഈ 2ാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ നമ്മൾ ഗാന്ധിജിയൊക്കെ ആ യുദ്ധത്തിന് എതിരായിരുന്നല്ലോ. ബ്രിട്ടീഷ് സർക്കാർ ചേരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിരായില്ല. അപ്പോൾ അത് കാരണം അതിന് പ്രതിഷേധ ജാഥകൾ ഉണ്ടായിരുന്നു. അതിലൊരു പാട്ടുണ്ടായിരുന്നു, പട്ടാളത്തിൽ ചേരരുതേ പണം കൊടുത്തിടരുതേ തെറ്റാണതു യുദ്ധം നമുക്ക് വേണ്ട. അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാട്ട് പാടി അറസ്റ്റ് ചെയ്യും. ജാഥ നയിക്കാണ് ഇവര്, വലിയ നേതാക്കന്മാരൊക്കെ. ഈ ഞങ്ങളുടെ പ്ലാപ്പറ്റ അടക്കം ഇങ്ങനത്തെ ജാഥ ഉണ്ടായിരുന്നു. എനിക്കറിയില്ലല്ലോ. പക്ഷെ ഈ ബാലറ്റിന് അന്ന് 2.5 വയസ്സെന്തോ പ്രായമാണ്. ബാലറ്റിൽ ഈ പാട്ട് പഠിച്ചു. ഈ കേട്ട് അത്രയും കേൾക്കാറുണ്ടല്ലോ. ഇതാണ്, പട്ടാളത്തിൽ ചേരരുതേ പണം കൊടുത്തിടരുതേ തെറ്റാണത് യുദ്ധം വെയിൽ നമുക്ക് വേണ്ടെന്നാണ് അതിൻ്റെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കും ഈ പോലീസ് അന്വേഷിക്കാൻ വരിക എന്നൊക്കെ, എവിടെയെങ്കിലും ഇതൊക്കെ സംഘർഷവും ഇതുപോലെ ജാഥകൾ കോൺഗ്രസ് നടക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു പോയപ്പോൾ ഞങ്ങളുടെ പീടിയൊരു സെന്ററായിരുന്നു. അന്ന് പേപ്പറ്റ് എങ്ങനെ വികസിച്ചിരുന്ന ഇത്ര ബിൽഡിംഗ് ഒന്നുമില്ല, ആകെ ഒരു റോഡ് സൈഡിലുള്ള ബിൽഡിംഗ്. അപ്പോൾ ഈ പോലീസ് ഒക്കെ വന്ന അവിടെയാണ് അച്ഛൻ്റെ അടുത്ത് അന്വേഷിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവിടെ ഇരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ബാലേട്ടന് 2.5 വയസ്സുള്ള ബാലേട്ടൻ അടി വന്നപ്പോൾ ഈ പോലീസുകാർ കൗതുകത്തിനെടുത്ത് മടിയിൽ വെച്ചു. ആ മോനൊരു പാട്ട് പാടേ പറഞ്ഞു. പാട്ട് പാടുമ്പോൾ ഈ പാട്ട് പാടി, അതെ, പട്ടാളം ചേരരുത് പണം. ഇവരൊക്കെ അന്തം വിട്ട് നിന്നു പോലെ. എന്താ പറയുക, അത് പാടാ പോലീസ് തല്ലുള്ള പാട്ടാണ്. മടിയിലിരുന്നിട്ട് പാടിയിരുന്നു. അത് പിന്നെ എത്തിമാരും അമ്മ എപ്പോഴും പറയത്, അത് അക്ഷരശുദ്ധി ഉണ്ട് അത്ര അന്ന് തന്നെ. അത് പറയാം അമ്മ എപ്പോഴും കൃത്യമായിട്ട്. ഭർത്താവ് പറയാൻ തുടങ്ങിയപ്പോൾ അവൻ കിളി പോലെയാണ് ശുദ്ധിയിൽ. അപ്പം പോലീസുകാർ പാട്ട് പാടും. 60 പേരും ഒന്നും മോണ്ടില്ല. അച്ഛനൊക്കെ നാട്ടിലുള്ളവർ നോക്കിയൊന്നും ചിരിച്ചു തന്നെ പറയും. പിന്നെ ഞങ്ങൾ കളിയാക്കും, എന്താ അറിയോ, ബാലേട്ടന് രാഷ്ട്രീയത്തിലുള്ള ചരിത്രം ആരെങ്കിലും ഇന്റർവ്യൂ ചോദിച്ചാൽ പറഞ്ഞോളൂ, ഞാൻ 2.5 വയസ്സിൽ പോലീസിന്റെ പടിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ കളിയാക്കും. അതിന്റെ അടിസ്ഥാനം ഇതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വലിയ എഴുത്തി ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് പ്രാർത്ഥനയൊക്കെ പാടിയിട്ടില്ലാണ്. ഞങ്ങൾക്കൊരു നേതൃത്വം ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ. തമ്പാമാരെക്കാളും നേതൃത്വം ഉണ്ടായിരുന്നു ഞങ്ങൾ. എൻ്റെ അച്ഛൻ അതിൻ്റെ പ്രവർത്തകനെ കൊണ്ട് അറിയില്ല. തമ്പാമാർ അവിടുന്ന് 2-3 ആളൊക്കെ ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ. പക്ഷെ അവരൊന്നും ഈ പെൺകുട്ടികളെ നടത്താനായിട്ടൊക്കെ അറിയില്ല. എൻ്റെ വലിയ എഴുത്തിയായിരുന്നു. അവരൊക്കെ മരിച്ചു കേട്ടോ. 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അവരതിൽ പ്രാർത്ഥന ചൊല്ലിയ ഇത് പറയും. പിന്നെ പഴയ കോൺഗ്രസ് നേതാക്കന്മാർ കുറേ ആള് എ വി കുട്ടുമോളൊക്കെ ഇവിടെ പാപ്പറ്റ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന ചൊല്ലി അച്ഛന് സ്വാധീനം കൊണ്ടുവന്ന യോപ്പളം ഞങ്ങൾക്ക് വലിയ കിട്ടി. അവരൊരു കൂട്ടുകാരി ഭാർഗവി, അവർ അങ്ങനെ മഹാസമ്മേളനത്തില് അവർക്ക് പ്രാർത്ഥന ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചരിത്രപരമായിട്ടൊരിത്, അന്ന് കോൺഗ്രസ്സിൽ ആയിരുന്നല്ലോ EMS. ആ കാലത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ മീറ്റിങ്ങിന് വരുന്ന സംഭവം പറയും. അപ്പൊ ഞങ്ങളുടെ പീടികയിലാണ് തെറിയിരുന്നത്. ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. പിന്നീട്
കമ്മ്യൂണിസ്റ്റുകാർ കണ്ടാ ഞങ്ങൾ അറിയും, ഞാൻ അറിഞ്ഞിട്ട് ഇവർക്കൊക്കെ അറിയും. അപ്പൊ അവിടെ ഇരിക്കാൻ കാര്യം ഞങ്ങളുടെ വീട് വെച്ചിട്ടല്ല, കോൺഗ്രസ് ഓഫീസാണല്ലോ അവിടെ. അപ്പൊ അവിടെ ഇരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഞാനൊക്കെ അത് സംഭവം അറിഞ്ഞ ഇങ്ങനെ വെച്ചാൽ EMS മരിച്ചപ്പോ ഞങ്ങളുടെ മുക്കില് ഒരു അനുസ്മരണ മീറ്റിംഗ് കൂടി. അപ്പൊ ബാലേട്ടനെ പ്രസംഗിക്കാണ്ട് എന്നെയും വിളിച്ചു. പിന്നെ കവലയിൽ പോയി പ്രസംഗിക്കാം, അമ്മയുണ്ടേ, അത്ര ഇഷ്ടമല്ല എനിക്ക്, കുറച്ചുകൂടി എളുപ്പമല്ലേ. അപ്പൊ ഇവിടെ നിന്ന് വരില്ല, അപ്പൊ അങ്ങാടി പോയി എന്നാണ് നമ്മുടെ ഭാഷ, അങ്ങാടി പോയിട്ട് പറയാന്ന് അവള് വരില്ല, ബാല വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു ഞാനും തന്നെ എന്താ എനിക്ക് പിന്നെ അത്ര ഒന്നും അറിയില്ല. എന്റെ അറിയിട്ടോ, അച്ഛൻ പറഞ്ഞ ഒരു EMSന്റെ കാര്യങ്ങൾ അറിയും, ഒളിവ് താമസമൊക്കെ ഓരോ അനുഭവങ്ങൾ പറയാറുണ്ട്, അത് ഞങ്ങൾക്ക് അറിയും. എന്നാലും ഇപ്പൊ പോവാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ സഖാക്കൾ എന്ത് ചെയ്തു അറിയോ, അവർക്ക് ഞാൻ വരുമ്പോൾ ഒരു എന്നെ പങ്കെടുക്കണത്തിലുണ്ട്. അപ്പൊ അമ്മോട് പറഞ്ഞേ, അമ്മ വല്ലവരുടെ അല്ലല്ലോ, EMSന്റെ അല്ലേ. EMSന് വലിയ ബഹുമാനം എന്നൊക്കെ EMSന് അല്ലേ, അല്ലാണ്ട് വേറൊരു മീറ്റിങ്ങിന്, ഒരു പാർട്ടി മീറ്റിങ്ങിനല്ലല്ലോ ഞങ്ങൾ വിളിക്കുക, EMSന്റെ അനുസ്മരണല്ലേ. അതിൽ അമ്മ വീണുട്ടോ, വേഗം പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ പൊക്കോ, കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞ് അങ്ങോട്ട് വന്നോളാം, അപ്പോൾ എന്നെ അവിടെ ഇരിക്കേണ്ട വെച്ചിട്ട് നമ്പൂരിപ്പാടിന്റെ കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചേ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് അച്ഛൻ പറഞ്ഞ കേട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് പറയും. അത് അവർക്ക് സഖാക്കൾക്ക് അറിയാത്തായിരുന്നു. ഒളിവ് താമസം, അമ്പലപ്പാറ താമസം ഒരു അനുഭവത്തിന്റെ കേട്ടില്ലത്. അവിടെ റെയ്ഡിന് വന്നു പോലീസേ, സംശയം തോന്നി വന്നു, ഒരു ഇല്ലത്ത താമസിച്ചിന് ഒളിവില്. അപ്പൊ എന്താ പറയുക, അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ പോലീസ് വരുന്നത്. അപ്പൊ മുമ്പിൽ നമ്പൂരി ഇരിക്കണ്ട, അവിടുത്തെ കാരനോട് നമ്പൂരി പരിശോധിക്കണം വീടിന്റെ ഉള്ളേ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്താ പറയുക, EMS ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, പരിശോധിച്ച പിടിച്ചില്ലേ, ഒളിവ് കൊടുത്ത അഭയം കൊടുത്തവനെ പിടിക്കല്ലോ. അപ്പൊ മൂപ്പര് വേഗം അന്തർജനങ്ങൾ ഗുരുവായൂർക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അന്ന് അന്തർജനങ്ങൾ ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ നിൽക്കില്ലല്ലോ. അന്തർജനങ്ങൾ ഇപ്പൊ ഗുരുവായൂർക്ക് പുറപ്പെട്ടിരിക്കുകയാണ്, അവരും ഇങ്ങോട്ട് പൊക്കോട്ടെ, എന്നിട്ട് പരിശോധിക്കാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു അന്തർജന ആരായിരുന്നു, EMS ആയിരുന്നു. അച്ഛൻ പറഞ്ഞ അത് ഉണ്ടായിട്ടുള്ളതേ, അമ്പൽപ്പാറക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ വേഗം അന്തർജന വേഷം കെട്ടിയിട്ട് കൂട്ടത്തിൽ EMSഉം ഇറങ്ങിപ്പോയില്ലേ. അത് സഖാക്കൾക്ക്, ഈ പുതിയ സഖാക്കൾക്ക് അങ്ങനത്തെ കാര്യം അറിയില്ല. അപ്പൊ എന്നെ വിളിച്ചപ്പോ അവര് സന്തോഷിച്ചത് എന്തൊക്കെ ഞങ്ങൾക്ക് അറിയാത്ത പറഞ്ഞില്ലേ. അങ്ങനെ അങ്ങനെ ഒരു അന്തർജന വേഷം കെട്ടിയിട്ട് മൂപ്പര് മാർക്കോടി പിടിച്ചിട്ട് അവിടെ പോലീസിന്റെ മുമ്പ് ഇറങ്ങിപ്പോയി. പിന്നെ പോലീസ് റെഡി ചെയ്തു, EMSനെ കിട്ടിയതുമില്ല, അത് പറയും. പിന്നെ ഞങ്ങളുടെ ഇവിടെ വന്നുകൊണ്ടാണ്. അപ്പൊ ഇത് കാരണം തന്നെ ഞങ്ങളെ രണ്ടാളി വിളിക്കാൻ, വാൾട്ടൻ പിന്നെ ഒരു നേതാവ് എല്ലാം പറയാൻ അറിയും. പിന്നെ വിളിക്കാൻ കാരണം പറഞ്ഞത് ഞങ്ങളുടെ പീടികയില് അവരെ പറഞ്ഞു, നിങ്ങളുടെ സ്ഥലത്താണ് EMS പ്ലാപ്പറ്റിൽ ആകെ ഇരുന്നിട്ടുള്ളത് ഒന്ന്, മീറ്റിംഗ് മുമ്പനഴിയിലിരുന്നേ. അപ്പൊ അവിടെ ഇങ്ങനെ സൗകര്യമുള്ള ബിൽഡിംഗ് ഇല്ല. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ EMS ഇരുന്ന സ്ഥലം എന്നുള്ളൊരു ഉണ്ടാണ്, ഇവിടുത്തെ ഒരാളെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അറിവ് കിട്ടിയത് EMS വന്നിരുന്ന സ്ഥലമാണെന്ന്. പിന്നെ EMSന്റെ വേറെ എന്തെങ്കിലും കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ അവിടെ ഒരു പത്തീശ്വരം പറഞ്ഞ അമ്പലമുണ്ട് ഉമ്മനഴിയിൽ. അവിടുത്തെ പറ്റരെ ഇവര് ഭക്ഷണം ഏൽപ്പിച്ചു കോൺഗ്രസ്സുകാര്. കാരണം എത്രയായാലും എന്ത് രാഷ്ട്രീയമാണെങ്കിലും നമ്പൂരിയല്ലേ എന്നുള്ളൊരു എന്താ ഉള്ളിലൊരു ബഹുമാനം എത്രയായാലും ശങ്കയുണ്ട് അവർക്ക്. അപ്പൊ അഥവാ അദ്ദേഹം ഇങ്ങനെ പന്തിയിൽ ഇരുന്ന് ഉണ്ണാൻ, പന്തി ഭോജനം ഉണ്ട് അവിടെ, എന്നാലും EMSന് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വെച്ചാൽ പട്ടരോട് 10 ഊണ് പട്ടര ഉണ്ടാക്കണം. അവിടെ പൂജാരി പട്ടര തന്നെയാണ്. ആ പട്ടര എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, അത് കുറെ വയസ്സായിട്ടാണ് മരിച്ചിട്ടുള്ളത്. പക്ഷെ ഈ സംഭവം അറിയില്ല, അത് പിന്നെ ഇവര് പറഞ്ഞു കേട്ടിട്ടാ. അപ്പൊ ഏൽപ്പിച്ചു. എന്നിട്ട് വേഗം അതിന്റെ സംഘാടകർ കുറച്ചുണ്ട്, അച്ഛൻ മാത്രമല്ല ഒരു 3-4 ആൾ അവിടുത്തെ അന്നത്തെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പൊ ഭക്ഷണത്തിന് സമയമായപ്പോ ഇവര് EMSന്റെ ഇപ്പൊ അമ്പലത്തിന്റെ ഗോപുരത്തിലാ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഭക്ഷണം. അപ്പൊ അതെങ്ങനെ പറയാതിരിക്കുക. അപ്പൊ എന്താ പറയാ, പന്തി ഭോജനത്തിന്റെ ഇല വെച്ചപ്പോ ആ പന്തിയുടെ ആദ്യത്തെ ഇലയിൽ പോയിരുന്നു ആര്, EMS. പിന്നെ ഇവർക്ക് പറയാൻ പറ്റും അവിടെ പട്ടര് വേറെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ സംഘാടകരെ പട്ടര് വെച്ച കാര്യം പറഞ്ഞില്ല. പട്ടര് വെക്കാൻ കാരണം ബ്രാഹ്മണൻ വെച്ച് ബ്രാഹ്മണന് കഴിക്കാമല്ലോ, അതുകൊണ്ടാണ് പട്ടരെ കൊണ്ട് വെപ്പിച്ചത്. പക്ഷെ അവസാനം ആ ഭക്ഷണം കഴിക്കാനില്ല. EMS ചെന്നിട്ട് ആ പന്തിഭോജനത്തിന്റെ ആദ്യത്തെ ഇലയിൽ ചെന്നിരുന്നു. പിന്നെ ഇപ്പൊ ജാതിവേലിയല്ലോ, എല്ലാവരും ചെന്ന് പന്തിഭോജനം കഴിഞ്ഞു. 46 ലക്ഷണേ, ഞാൻ 9 വയസ്സ് ഞാനും പോയിരുന്നു നമ്മുടെ കൂടെ ഹോട്ടലിൽ തന്നെ. അവിടെ ആ കമ്മ്യൂണിസ്റ്റുകാരുടെ ബൂത്ത് ഉണ്ട്, ഒരു മനുഷ്യൻ നോക്കില്ല അവിടെ. ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവേശം പോയിട്ടില്ലല്ലോ 46-ലായിട്ടുള്ളൂ. അന്ന് EMS മുഖ്യമന്ത്രിയായപ്പോ അന്ന് പറയാ നമ്പൂരിപ്പാടിന്റെ വേറെ ഒരാളന്ന് തിരിഞ്ഞു നോക്കില്ല, അദ്ദേഹത്തിന് ഇപ്പൊ അങ്ങനെ മുഖ്യമന്ത്രി. അത് കഴിഞ്ഞിട്ട് 52 ആയപ്പോഴേക്ക് മലബാറിലെ 30 സീറ്റില് ഈ കോൺഗ്രസിന് 4 കിട്ടും. 1952 നാരായണകുറുപ്പ് ഇവിടെ ഒറ്റപ്പാട്ടിൽ നിന്ന് ജയിച്ച നാരായണകുറുപ്പ് കോൺഗ്രസ് അല്ല, അന്ന് 4 സീറ്റ് കിട്ടി. അത് 6 കൊല്ലം കൊണ്ട് കോൺഗ്രസ് അങ്ങനെ ചീത്തപ്പേരിലേക്ക്.